വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കുടുംബശ്രീയിലെ വിഷു ആഘോഷം ഒക്കെ കഴിഞ്ഞ് മക്കളും മരുമക്കളും എല്ലാവരും അങ്ങ് പിരിയുകയാണ്. തുടർന്ന് രാജിയും ശാന്തയും ഒക്കെ പോകുന്നുണ്ട്. അന്നേരം എല്ലാവരും അങ്ങ് പോകുമ്പോൾ ശാരദാമ്മയ്ക്ക് ഒത്തിരി വിഷമമൊക്കെ തോന്നുന്നുണ്ട്. ശ്യാമയും അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ശാരദാമ്മ കുറേ നേരം ഉമ്മറത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ രാജേശ്വരിയുടെ വീടാണ്. അവിടെ രാജേശ്വരി ബാലചന്ദ്രനെയും കാത്ത് സിറ്റൗട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. തുടർന്ന് പുറത്തുപോയ ബാലചന്ദ്രന് ബൈക്കിൽ തിരിച്ചെത്തുകയാണ്. അന്നേരം കറങ്ങാൻ പോണെന്ന് പറഞ്ഞിട്ട് നീ എന്താടാ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോന്നതെന്ന് രാജേശ്വരി ചോദിക്കുകയാണ്. മതിയായി, കറക്കമൊക്കെ എനിക്ക് മതിയായി. നാട്ടിലെ ചർച്ചയൊക്കെ ചേച്ചിക്ക് ഇവിടെ ഫോണും ഇരുന്നാൽ അറിയാൻ പറ്റുമോ? അവിടെ അളിയൻ്റെ അവിഹിതത്തെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. എപ്പോഴും അളിയൻ ഇപ്പോൾ കുടുംബശ്രീ ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കാൻ എന്ന വ്യാജേനയാണ് അളിയൻ പോകുന്നത്. പിന്നെ നാട്ടുകാരും ചോദിക്കും, ഇവിടുന്ന് കഷായം കൊടുത്തതല്ലേ എൻ്റെ ചേച്ചി, അപ്പോൾ പിന്നെ എങ്ങനെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് രാജേശ്വരിയും കുറ്റപ്പെടുത്തുകയാണ് ബാലചന്ദ്രൻ. അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ്, കഷായം കൊടുക്കുക എന്നുള്ളത് നിന്റെ ഐഡിയ അല്ലായിരുന്നോ എന്ന്. അന്നേരം അത് സ്വത്ത് കൈവിട്ട് പോകും എന്ന് ഉദ്ദേശിച്ചല്ലേ എന്ന്. അന്നേരം അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ. അന്ന് പിന്നെ അവരുടെ കുടുംബശ്രീ ഹോട്ടലിൻ്റെ മുദ്രപത്രം മാറ്റിയപ്പോഴേ നമുക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ പണവും അയാളുടെ കയ്യിൽ നിന്ന് അവരിലേക്ക് ഇറങ്ങും. ശാരികയുടെ രാജീവിൻ്റെ വീട്ടുകാർ പണത്തിന് ആർത്തിയുള്ളവരാണ്. പോരാത്തതിന് 30 പവൻ്റെ ബാധ്യത കൂടി ഇപ്പോൾ ശാരദയ്ക്കുണ്ട്. അതും ഇനി അങ്ങേര് കൊടുക്കുമോ എന്നാണ് എൻ്റെ പേടി എന്നൊക്കെ ബാലചന്ദ്രനും രാജേശ്വരിയും തമ്മിൽ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കൈയും കെട്ടി നോക്കിയിരുന്നാൽ മതിയോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ആര് പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ എന്ന് രാജേശ്വരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തെ സ്കൂട്ടിയിൽ ഒരു പയ്യൻ വന്ന് ഹോൺ അടിക്കുന്നത്. അന്നേരം ഒരാൾ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, നീങ്ങി വാങ്ങിച്ചുകൊണ്ട് വാ എന്ന് ബാലചന്ദ്രനോട് രാജേശ്വരി പറയുകയാണ്. അന്നേരം ഡെലിവറി വല്ലതുമാണോ ചേച്ചി എന്ന് പറയണം. അതെ, അത് തന്നെ, നീ പോയി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ രാജേശ്വരി പറഞ്ഞു വിടുകയാണ്. തുടർന്ന് എന്താ ചേച്ചി ഇത് പിസയാണോ? എനിക്കാകെ വിശന്നിരിക്കുകയാണ്, നല്ല മണം, ഇതുപോലത്തെ കവറിങ്ങിലൊക്കെ ആണല്ലോ ഇപ്പോൾ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ കവറിൽ നിന്നും എടുത്ത കൂടയുമായിട്ട് ബാലചന്ദ്രൻ ഇരിക്കുന്നുണ്ട്. അന്നേരം ഭക്ഷണം കാത്ത് വിശന്നിരിക്കുന്ന ഒരാളാണ് അതിനകത്ത്, മൂർഖനാണ് എന്ന് രാജേശ്വരി പറയുന്നുണ്ട്. ഓ ചേച്ചി പറ്റിക്കാതെ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഇഴകളിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അകത്തിരിക്കുന്ന കരിമൂർഖനെ കണ്ട് പേടിച്ചിട്ട് ആ കൂട സെറ്റിയിലേക്ക് അങ്ങ് എറിയുകയാണ് ബാലചന്ദ്രൻ. അയ്യോ ചേച്ചി പാമ്പ് എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അത് കുറേ നാളായിട്ട്, കുറേ ദിവസങ്ങളായിട്ട് വിശന്ന് കഴിയുകയാണ്. പുറത്ത് വന്നാൽ ആരെയും ആക്രമിക്കും, ഉഗ്രവിഷമുള്ള പാമ്പാണ്, കടിച്ചാലും മരണം ഉറപ്പാണ് എന്ന് രാജേശ്വരി പറയുകയാണ്. തുടർന്ന് ബാലചന്ദ്രൻ ആകെ പേടിച്ച് നിൽക്കുമ്പോൾ ആ കൂടെ എടുത്ത് കിറ്റിനകത്തേക്ക് ഇടാനായിട്ട് രാജേശ്വരി പറയുകയാണ്. അന്നേരം ഇതൊക്കെ എന്തിനാ ചേച്ചി നമുക്കെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ നിൽക്കുകയാണ്. അന്നേരം ഒരാളുടെ ജീവൻ എടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് രാജേശ്വരി അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. അന്നേരം അത് കിറ്റിനകത്തേക്ക് ഇടാതെ ഒന്നുകൂടെയൊക്കെ സൂക്ഷിച്ച് നോക്കിയിട്ട് അയ്യോ എന്നും പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന രാജേശ്വരിയുടെ പുറകെ പോവുകയാണ് ബാലചന്ദ്രൻ. തുടർന്ന് രാജേശ്വരിയോട് ആകെ പേടിക്കുന്ന ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ചേച്ചി ഇത് വേണ്ട, റിസ്ക് ആണ്, അപകടം, പാമ്പൊക്കെ മേടിച്ച് അപകട മരണമാണെങ്കിൽ നമ്മളെ കൊടുക്കാനായിട്ട് അളിയൻ എല്ലാ പദ്ധതിയും ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. അന്നേരം രാജേശ്വരി പറയുകയാണ്, അതിനെ അങ്ങേരെയാണ് കൊല്ലുന്നതെന്ന് നിന്നോട് ആരാണ് പറഞ്ഞതെന്ന്. തുടർന്ന് രാജേശ്വരി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനോട് പറയുകയാണ്. ഞാൻ ശാരദയാണ് കൊല്ലാൻ പോകുന്നത്, അവളെ ഞാൻ പണ്ടേ കൊല്ലേണ്ടതായിരുന്നു, പക്ഷെ അന്ന് ഞാനതിന് ശ്രമിച്ചില്ല. കാരണം ഗോപാലേട്ടൻ്റെ പണവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത് രണ്ടും എന്നോടൊപ്പം ഇല്ല. അപ്പോൾ അവളെ പിന്നെ തെക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ ശാരദാമ്മയുടെ മക്കൾ ശാലിനിയും ശ്യാമയും ശാരികയും ഒക്കെ പല ഭാഗത്തായിട്ട് ചിന്നിച്ചിതറും. പിന്നെ ഈ സ്വത്തുക്കളെല്ലാം ആ കുടുംബശ്രീയൊക്കെ എനിക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ള ആ അവസ്ഥയിൽ മനന്നൊന്ത് ഗോപാലേട്ടനും മാനസിക നിലയൊക്കെ തെറ്റും. അപ്പോൾ ഈ സ്വത്തുക്കളൊക്കെ സ്നേഹം നടിച്ചോ അല്ലാതെയോ എനിക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പിന്നെ അങ്ങേരെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് തള്ളാം, അവിടെ കിടന്ന് പരലോകം വെടിഞ്ഞോളും എന്നൊക്കെ തൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ രാജേശ്വരി ബാലചന്ദ്രനോട് പറയുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചി പറയുന്നതൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്, പക്ഷേ ഈ കരിമൂർഖനെ എങ്ങനെ നമ്മൾ ശാരദാമ്മയുടെ അടുത്ത് എത്തിക്കുമെന്ന്. അന്നേരം ഒരു കരിമൂർഖനെ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിനെ അവിടെ എത്തിക്കാനുള്ള വഴിയും എനിക്കറിയാം. ആ ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്, നീയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്ന് ബാലചന്ദ്രനോട് പറയുകയാണ്. ഒരാൾ ഒരു ക്രൈം ചെയ്യുമ്പോൾ അത് മറ്റൊരാൾ അറിയുകയാണെങ്കിൽ, അയാളെ കൊണ്ടുകൂടി എന്തെങ്കിലും ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അയാൾ അത് പുറത്ത് പറയില്ലല്ലോ എന്ന്. അന്നേരം എന്നെ കൂടി പെടുത്തുവാണല്ലേ ചേച്ചി എന്ന് പേടിച്ച് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അതങ്ങനെയല്ല, ഞാൻ പെട്ടാൽ നീയും പെട്ടു, അങ്ങനെ ഒരു ജാഗ്രത നിന്റെ ഉള്ളിൽ വേണമെന്ന് രാജേശ്വരി മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ബാലചന്ദ്രന്.
പിന്നെ കിട്ടുന്നതിൽ നിന്നും ഒരു പങ്ക് നിനക്ക് ഞാൻ തരാം. നീ മുമ്പ് പറഞ്ഞില്ലേ എൻ്റെ നിഴലായിട്ട് നടക്കാതെ നിന്റെ ജീവിതം നിനക്ക് സേഫ് ആക്കണമെന്ന്. അങ്ങനെ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ അവസാനം ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് ബാലചന്ദ്രൻ തയ്യാറാവുകയാണ്. തുടർന്ന് ബാലചന്ദ്രൻ ബൈക്ക് ഒരു റോഡരികിൽ ഒതുക്കി വച്ചിട്ട് ആ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ കവറുമുണ്ട്. എന്നിട്ട് എങ്ങനെ ഇത് കുടുംബശ്രീയിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ശങ്കരേട്ടൻ ബാലചന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു കവറുമായിട്ട് വരുന്നത്. അന്നേരം ഇത് കുടുംബശ്രീയിലെ എർത്താണല്ലോ, ഒന്ന് മുട്ടി നോക്കാമെന്ന് പറഞ്ഞിട്ട് ശങ്കരേട്ടനെ പിടിച്ച് നിർത്തിയിട്ട് കുശലാന്വേഷണമൊക്കെ ചോദിക്കുകയാണ്. എങ്ങോട്ട് പോവുകയാണ്, എന്താണ് കവറിൽ, കുറേ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കവറൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. അന്നേരം ഇത് കുറച്ച് പയറാണ്, കുടുംബശ്രീയിലേക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശങ്കരേട്ടനാണോ ഇപ്പോൾ അവിടുത്തെ പർച്ചേസ് എന്നൊക്കെ ചോദിച്ച് വീണ്ടും ശങ്കരേട്ടനെ പിടിച്ചു നിർത്തുകയാണ് ബാലചന്ദ്രൻ. അന്നേരം ഞാൻ അവിടെ നിന്ന് 3 നേരം ആഹാരം കഴിക്കുന്നതാണ്, ഇങ്ങനെ കൂലിയായിട്ട് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കൊണ്ടാണ് അവിടുത്തെ പറ്റ് തീർക്കുന്നതെന്ന് പറയുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, ഓ ഞാൻ ആ വഴിക്കാണ് പോകുന്നത്, ശങ്കരേട്ടൻ നടന്ന് ക്ഷീണിക്കണ്ട, ബാ കയറുമെന്നും പറഞ്ഞ് ശങ്കരേട്ടൻ്റെ കയ്യിലിരിക്കുന്ന കവറങ്ങ് ആദ്യം പിടിച്ചു വാങ്ങുന്നുണ്ട്. എന്നിട്ട് അത് ബൈക്കിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ചോളാമെന്നും പറഞ്ഞ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ബാലചന്ദ്രൻ ആദ്യം ബൈക്ക് കയറുകയാണ്. എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ആക്കിക്കോട്ടെ, എന്നിട്ട് ശങ്കരേട്ടൻ കയറിയാൽ മതി എന്ന് പറയുകയാണ്. തുടർന്ന് ബാലചന്ദ്രൻ ബൈക്ക് സ്റ്റാർട്ട് ആക്കിയിട്ട് കയറുമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശങ്കരേട്ടൻ അങ്ങ് കയറാനായിട്ട് പോകുമ്പോൾ ബാലചന്ദ്രൻ വണ്ടി വിട്ടങ്ങ് പോവുകയാണ്. എന്നിട്ട് പോകുന്തോറും കയറിക്കോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞ ശേഷം ശങ്കരേട്ടൻ പറയുകയാണ്, മഹാഭാവി, ഇവനെ ഒന്നും വിശ്വസിക്കാനേ കൊള്ളില്ല, എൻ്റെ പയറും പോയി എന്ന് പറഞ്ഞിട്ട് തലയെ കൈവച്ച് റോഡിൽ നിൽക്കുകയാണ് ശങ്കരേട്ടൻ. തുടർന്ന് കുറേ നേരം പോയ ശേഷം ബാലചന്ദ്രൻ റോഡിൻ്റെ സൈഡിലെ ഒരു ലോറിയുടെ മറവിലേക്ക് ബൈക്ക് ഒതുക്കിയ ശേഷം ശങ്കരേട്ടൻ്റെ കവറിലെ ആ പയർ പകുതി അങ്ങോട്ട് മാറ്റുകയാണ്. എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന ആ പാമ്പിൻ്റെ കൂട് അതിലേക്ക് വെച്ചിട്ട് മുകളിൽ പയറും വെച്ചങ്ങ് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരികെ ഇതിനകത്തിരുന്നോ, അവിടെ ചെല്ലുമ്പോൾ ഇറങ്ങിയാൽ മതി മൂർഖം പാമ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് തിരികെ ശങ്കരേട്ടൻ്റെ അടുത്തേക്ക് വരികയാണ്. അതേസമയം വെറും കൈയോടുകൂടി ഇനി ഞാൻ എങ്ങനെ ശാരദാമ്മയുടെ അടുക്ക് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആകെ വിഷമിച്ച് ശങ്കരേട്ടൻ ഇരിക്കുകയാണ്. ഇതേസമയം ബാലചന്ദ്രൻ തിരികെ വരികയാണ്. അയ്യോ, ശങ്കരേട്ടൻ കയറിയില്ലായിരുന്നു, ഞാൻ കരുതി ശങ്കരേട്ടൻ കയറി കാണുമെന്ന് എന്ന് കരുതി ഞാൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് പോവുകയായിരുന്നു, മറുപടി ഇല്ലായിരുന്നപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത്, ശരിക്കും അബദ്ധം പറ്റിയതാണ് ശങ്കരേട്ട എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അവൻ്റെ ഒരു മരണപ്പാച്ചിൽ, എൻ്റെ പയർ ഇങ്ങോട്ട് താടാന്നും പറഞ്ഞ് ആ സഞ്ചി ബാലചന്ദ്രൻ്റെ വണ്ടിയിൽ നിന്നും പിടിച്ചെടുക്കുകയാണ് ശങ്കരേട്ടൻ. എന്നിട്ട് അതൊക്കെ പയർ നോക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, അതിൽ നിന്ന് ഒരു മണി പോലും ഞാൻ എടുത്തിട്ടില്ല, സത്യം, ശങ്കരേട്ടൻ കയറി ഞാൻ കൊണ്ടുവിടാമെന്ന് പറയുകയാണ്. അന്നേരം ഇതിൽ എൻ്റെ പട്ടി കയറും, ഞാൻ നടന്നു പൊയ്ക്കോളാമെന്നും പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് കവറുമായിട്ട് ശങ്കരേട്ടൻ അങ്ങ് നടന്ന് നീങ്ങുകയാണ്. അത് തന്നെയായിരുന്നു ബാലചന്ദ്രൻ്റെ ഉദ്ദേശവും. തുടർന്ന് ശങ്കരേട്ടൻ പയറുമായിട്ട് കുടുംബശ്രീ ഹോട്ടലിലേക്ക് എത്തുകയാണ്. അന്നേരം എന്താ ശങ്കരേട്ട കയ്യിൽ 2 ദിവസമായിട്ട് കാണാനില്ലായിരുന്നല്ലോ എന്നൊക്കെ ശാരദാമ്മ തിരക്കുന്നുണ്ട്. അന്നേരം എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു, അവിടെ തോട്ടത്തിൽ വിളവെടുപ്പുണ്ടായിരുന്നു, കൂലിയായിട്ട് കൂട്ടത്തിൽ കിട്ടിയ പയറാണിത്, വിഷം അടിക്കാത്തത് ആയതുകൊണ്ട് ഞാൻ കുടുംബശ്രീയിൽ തരാമെന്ന് കരുതി എന്ന് പറയുകയാണ്. അന്നേരം ശരി താന്നും പറഞ്ഞ് ശാരദാമ്മ സന്തോഷത്തോടു കൂടി ശങ്കരേട്ടൻ്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണ്. എന്നിട്ട് ശാരദാമ്മ കവർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അന്നേരം മുകളിലിരിക്കുന്ന പയറാണ് ശാരദാമ്മ ആദ്യം കാണുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശരി, ഓക്കെ.